الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم والله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم. സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, മറ്റു പ്രയാസങ്ങളിൽ നിന്നെല്ലാം റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ സൂറത്തുൽ ഫാത്തിഹയുടെ പ്രാധാന്യം പരിശുദ്ധ ഖുർആൻ മുഴുവൻ ഫാത്തിഹയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് സത്യമാണോ? അത് നമുക്ക് ബോധ്യപ്പെടുന്ന വിധം വിശദീകരിച്ചു കൊണ്ടിരിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത് 2 ആഴ്ച കൊണ്ട് നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കി. അള്ളാഹുവിനെ സ്തുതിക്കാൻ കഴിഞ്ഞതിലുള്ള അത്യുന്നതനായ റബ്ബിനെ നിസ്സാരരിൽ നിസ്സാരനായി നമുക്ക് സ്തുതിക്കാൻ കഴിഞ്ഞതിൻ്റെ ആനന്ദമാണ് അപ്പോൾ നമുക്ക് അനുഭവപ്പെടേണ്ടത്. അർ-റഹ്മാനിർ റഹീം, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ 2 പ്രധാനപ്പെട്ട ഗുണവിശേഷങ്ങളാണ് അർ-റഹ്മാൻ, അർ-റഹീം എന്നത്. അത് രണ്ടും ചേർന്നപ്പോൾ അതൊരു ആയത്തായി, ഒരു വചനമായി. പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ റബ്ബിൻ്റെ കാരുണ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനേകം ആയത്തുകൾ കാണാം. കാരുണ്യത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന അള്ളാഹുവിൻ്റെ ഗുണവിശേഷങ്ങൾ അത് ഈ 2 പദങ്ങളിൽ അള്ളാഹു കൊള്ളിച്ചിരിക്കുകയാണ്. അള്ളാഹ് സൂറത്ത് അഹ്റാഫിൽ പറഞ്ഞു, റഹ്മത്തി വസിയത്ത് കുല്ല ശൈഇൻ, എൻ്റെ കാരുണ്യം സർവ വസ്തുക്കളേക്കാൾ വിശാലമാണ്, അത് പൊതിഞ്ഞു നിൽക്കുന്നതാണ്. അള്ളാഹിൻ്റെ സൃഷ്ടികളായിട്ടുള്ള മുഴുവൻ സൃഷ്ടികളെ സംബന്ധിച്ചും വസ്തുക്കളെ സംബന്ധിച്ചും അതിനേക്കാൾ വിശാലമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം. അത് നിരന്തരമായി ആ സൃഷ്ടികളെ പൊതിഞ്ഞു നിൽക്കുന്നതാണ്. അതുപോലെ ഖുർആനിൽ പരിശോധിക്കുമ്പോൾ അള്ളാഹു ഗഫൂറാണ് എന്ന് ധാരാളം സ്ഥലത്ത് നമ്മൾ ഓതും. പൊറുത്തു കൊടുക്കുന്നവൻ. ഈ പൊറുത്തു കൊടുക്കൽ കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. മറ്റു സ്ഥലത്ത് കാണാം തവ്വാബ്, മനുഷ്യരുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുന്നവനാണ്. അഫ്വ്, മാപ്പ് നൽകുന്നവനാണവൻ. റഊഫ്,
കൃപയുള്ളവനാണവൻ. ഇങ്ങനെ നൂറുകണക്കിന് ആയത്തുകളിൽ വന്നിട്ടുള്ള റബ്ബിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ഗുണവിശേഷങ്ങൾ ഉൾക്കൊള്ളുന്ന മുഴുവൻ ആയത്തുകളെയും അള്ളാഹു ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നത് നാം സൂറത്തുൽ ഫാത്തിഹ നമസ്കാരത്തിലോ അല്ലാത്തപ്പോഴോ പാരായണം ചെയ്യുമ്പോൾ വെറുതെ മനപ്പാഠം ഊതിപ്പോകാതെ അതിൻ്റെ വലിപ്പം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയാൻ നമുക്ക് സാധ്യമാക്കണം. ഇത് ഫാത്തിഹയുടെ രണ്ടാമത്തെ വചനമായിട്ട് മാത്രമല്ല ഖുർആനിൽ കാണുന്നത്. അൽ-ബഖറയിൽ നമുക്ക് കാണാം വ ഇലാഹുക്കും ഇലാഹും വാഹിദ് ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം. വ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ആരാധ്യൻ ഏകനായ ആരാധ്യനാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ഒരു ഇലാഹുമില്ല. ഹുവർ റഹ്മാനുർ റഹീം, അവൻ പരമകാരുണ്യകനും കരുണാവാരിധിയുമാകുന്നു അവൻ. അൽ-ബഖറ 163-ാമത്തെ വചനം. സൂറത്ത് ഫുസ്സിലത്ത് ആരംഭിക്കുന്നത് നമുക്കറിയാം. ഹാമീം തൻസീലും മിനർ റഹ്മാനിർ റഹീം. ഈ ഖുർആൻ അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിച്ചതാണ്. അള്ളാഹു എന്ന വാക്ക് അവിടെ ഒഴിവാക്കിക്കൊണ്ട് മിനർ റഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാവാരിധിയുമായ അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് ഈ ഖുർആൻ. ധൈര്യമായി നമുക്ക് പിൻപറ്റാൻ പറ്റും. എല്ലാവർക്കും എന്താണ് ഈ രണ്ട് പദങ്ങൾ തമ്മിൽ വ്യത്യാസം വന്നത്? ഒറ്റടിക്ക് നമുക്ക് മനസ്സിലാക്കാം. ആ മലയാള പദം നമ്മളെ അർത്ഥം വെക്കുന്ന എങ്ങനെ? പരമകാരുണ്യൻ. എന്താ പരമകാരുണ്യൻ? എല്ലാറ്റിനും കരുണ ചെയ്യുന്നവൻ എന്ന് വെച്ചാൽ മനുഷ്യരിൽ നല്ലവനെന്നോ ചീത്ത ആളെന്നോ നോക്കാതെ, മൂമിനാണോ കാഫിറാണോ മുശ്രിക്കാണോ ജൂതനാണോ മജൂസിയാണോ എന്ന് പരിഗണിക്കാതെ എല്ലാവർക്കും കരുണ ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് അല്ലാഹു. മൃഗങ്ങൾക്കും പക്ഷികൾക്കും മറ്റെല്ലാ ജീവജാലങ്ങൾക്കും കരുണ ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് അല്ലാഹു. അർ-റഹീം എന്ന് പറയുമ്പോൾ മുഅ്മിനീങ്ങൾക്ക് മാത്രമുള്ളതാണത്. പരലോകത്ത് വെച്ച് നൽകപ്പെടുന്ന കാരുണ്യത്തെ കുറിക്കാനാണ് പരിശുദ്ധ ഖുർആനിൽ അധികവും അത് വന്നിട്ടുള്ളത്. ഇനി നോക്കൂ നിങ്ങൾ, സൂറത്ത് ഹശ്റിൽ അള്ളാഹിന്റെ നാമങ്ങൾ വിശേഷിപ്പിക്കപ്പെടുന്ന സൂറത്ത് ഹശ്റിന്റെ അവസാന ഭാഗം അള്ളാഹുവിന്റെ അനേകം നാമങ്ങൾ പറയുന്നതാണ്. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശഹാദത്തി ഹുവർ റഹ്മാനുർ റഹീം. അള്ളാഹുണ്ടല്ലോ, അവനല്ലാതെ ഇലാഹില്ല. അവൻ ഗൈബ് അറിയുന്നവനാണ്, ദൃശ്യവും അറിയുന്നവനാണ്. ഹുവർ റഹ്മാനുർ റഹീം, അവൻ പരമകാരുണ്യനും കരുണാവാരിയുമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ആയത്തുകൾ മൂന്നും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. ഇലാഹ് അള്ളാഹു മാത്രം എന്നതിനോട് ചേർത്തുകൊണ്ടാണ് റബ്ബിൻ്റെ കാരുണ്യത്തെ ഈ വചനങ്ങളിൽ സൂചിപ്പിക്കുന്നത്. ഇലാഹ് അല്ലാതെ ഇല്ല. നിങ്ങൾക്ക് ആരാധിക്കാൻ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ, നിങ്ങൾക്ക് സഹായതട്ടം നടത്താൻ മറ്റൊരാളില്ല. അവൻ പരമകാരുണ്യകനും കരുണാവാരിയുമാകുന്നു. പ്രിയ സഹോദരങ്ങളെ, ഖുർആൻ മുഴുവൻ അങ്ങ് പരിശോധിച്ചാൽ, ശ്രദ്ധിച്ചു കേട്ടോ നിങ്ങൾ, അർ-റഹ്മാൻ എന്ന പദം 57 തവണ ഖുർആനിൽ വന്നിട്ടുണ്ട്. മൊത്തം ഖുർആൻ മുഴുവൻ പരിശോധിച്ചാൽ 57 തവണ അർ-റഹ്മാൻ എന്ന നാമം ഖുർആനിൽ വന്നിട്ടുണ്ട്. അർ-റഹീം പരിശോധിച്ചാൽ 114 തവണ 114 തവണ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഇരട്ടി. 57 114 ബന്ധം നമുക്കറിയാലോ, ഇരട്ടിയാണ്.
അള്ളാഹിൻ്റെ ഗുണമായ റഹ്മത്തോ 95 തവണ 95 തവണ റഹ്മത്ത് എന്ന പദം വന്നിട്ടുണ്ട്. അതും ബന്ധമുണ്ട്. എന്ത് ബന്ധം? ഈ 3 അക്കം തന്നെയല്ല ബന്ധട്ട ഉണ്ട്. 19 ഗുണം 3 57, 19 ഗുണം 6 114, 19 ഗുണം 5 95. ഖുർആന്റെ അത്ഭുതങ്ങൾ അനവധിയാണ്. നമ്മളിപ്പോൾ ആ വശത്തേക്ക് പോകുന്നില്ല. അർ-റഹ്മാൻ റഹീലേക്ക് വന്നിട്ടുള്ളത്. ആ അർ-റഹ്മാൻ വന്ന സ്ഥലങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കൊരു സംഗതി കാണാം. റബ്ബിൻ്റെ റുബൂബിയ്യത്തുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് അധികവും അർ-റഹ്മാൻ എന്ന പദം ഖുർആനിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാവർക്കും കരുണ ചെയ്യുന്നവൻ അള്ളാഹ് ഇല്ല എന്ന് പ്രസംഗിച്ച് കിടക്കുന്നവനെ, അള്ളാഹ് ഇല്ല എന്ന് വിശ്വസിക്കുകയും പരലോകത്തെ നിരാകരിക്കുകയും ചെയ്യുന്ന പച്ച കാഫിർ, അവനും ഭക്ഷണം കൊടുക്കുന്നു അള്ളാഹ്, അവന് വെള്ളം കൊടുക്കുന്നു അള്ളാഹ്, അവൻ്റെ പറമ്പിലും മഴ പെയ്യുന്നു, അവൻ്റെ മരങ്ങളിലും കായ്കനികൾ കായ്ക്കുന്നു. ആലോചിച്ചോക്കണം. അർ-റഹ്മാൻ എന്ന പദം പറയുമ്പോൾ അള്ളാഹു ആദർശം പരിഗണിക്കുന്നില്ല. അവന്റെ കരുണ ചൊരിയുന്നതിൽ അർ-റഹ്മാൻ എന്ന പദത്തിൽ ദുനിയാവിൽ ചെയ്യുന്ന, ശ്രദ്ധിച്ചു മനസ്സിലാക്കണം, ആഖിറത്തല്ല, അത് വേറെ. ദുനിയാവിൽ അള്ളാഹ് കരുണ ചെയ്യുമ്പോൾ വീട്ടിലെ ഇണങ്ങുന്ന മൃഗമാണോ കാട്ടിലെ വന്യമൃഗമാണോ എന്ന് പരിഗണിക്കാറില്ല. മനുഷ്യന് ഉപകാരപ്പെട്ട പക്ഷിയാണോ മനുഷ്യനെ ഉപദ്രവിക്കുന്ന പക്ഷിയാണോ എന്ന് പരിഗണിക്കാറില്ല. ദുനിയാവിൽ ഒരാൾക്ക് ഐശ്വര്യം ഉണ്ടാകുന്നതിൽ അവന്റെ ദീൻ അള്ളാഹ് നോക്കാറില്ല. സൗകര്യം കൊടുക്കുന്നതിൽ അള്ളാഹ് ഐശ്വര്യം ദുനിയാവിൽ കൊടുക്കുന്നതിൽ മോമിനുണ്ടാവും, കാഫിറുണ്ടാവും, മുശ്രിക്കുണ്ടാവും, ജൂതനും നസാറയും ഒക്കെ ഉണ്ടാവും, നിരീശ്വരവാദിയും ഉണ്ടാവും. ദുനിയാവിൽ ഞെരുങ്ങുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്, ശ്രദ്ധിച്ചോ. അതിൽ മൂമിനുണ്ടാവും, കാഫിറുണ്ടാവും, മുശ്രിക്കുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ദീൻ നോക്കിക്കൊണ്ടല്ല എല്ലാറ്റിനും റബ്ബ് കരുണ ചെയ്യുന്നത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ ഖുർആനിൽ വന്ന സൂറത്ത് മുൽക്ക് നിങ്ങൾക്ക് ഏറെ പരിചയമുള്ളൊരു സൂറത്താണ്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ മുൽക്ക് പാരായണം ചെയ്തിട്ടല്ല ഉറങ്ങാറ്. അധിക പേർക്കും മനപ്പാടം ഉണ്ടത്. അതിൽ വന്ന 3 അർ-റഹ്മാൻ മാത്രം ഒന്ന് പരിശോധിക്കാമുണ്ട്. അർ-റഹ്മാൻ എന്ന പദം എങ്ങനെയാണ്, എന്തിനോടാണ് ചേർന്ന് വരുന്നത് എന്ന് പരിശോധിക്കാം. അള്ളാഹിന്റെ സൃഷ്ടിപ്പിൽ ഒരു ഏറ്റക്കുറച്ചിൽ, റഹ്മാനായ അള്ളാഹിന്റെ സൃഷ്ടിപ്പിൽ, റഹ്മാനായ അള്ളാഹിന്റെ സൃഷ്ടിപ്പിൽ എന്തെങ്കിലും ഒരു ന്യൂനത കാണിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. സൃഷ്ടിപ്പുമായിട്ടാണ്, റുബൂബിയ്യത്തുമായിട്ടാണ് അതിനെ ബന്ധിപ്പിച്ചിട്ടുള്ളത്. വേറെ നോക്കൂ നിങ്ങൾ, അതിൽ തന്നെ വിഷയം എന്താണ്? പക്ഷികളെ അവര് നോക്കുന്നില്ലേ? ഫൗക്കഹും, അവരുടെ മീതെ അന്തരീക്ഷത്തിൽ പാറി നടക്കുന്ന പക്ഷികളെ അവര് ശ്രദ്ധിക്കുന്നില്ലേ? സാഫാത്തിൻ, ചിറക് വിരിച്ചുകൊണ്ട് പറക്കുന്ന പക്ഷികളെ അവർ കാണുന്നില്ലേ? വയുക്രിദിന, ചിറക് കൂട്ടിപ്പിടിച്ചുകൊണ്ടും പറക്കുന്ന പക്ഷികളെ അവർ കാണുന്നില്ലേ? മാ യുംസിക്കുഹുന്ന ഇല്ലർ റഹ്മാൻ, പരമകാരുണികനായ അല്ലാഹു അല്ലാതെ വീഴാതെ അന്തരീക്ഷത്തിൽ ആ പറവകളെ പിടിച്ചു നിർത്തുന്നത് റഹ്മാനായ റബ്ബാണ്. സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ്, സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് റുബൂബിയ്യത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പദങ്ങൾ അധികം വരുന്നത് എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചല്ല. ഇനി അതിൽ തന്നെ അവസാന ഭാഗത്തുണ്ടല്ല
ഖുൽ ഹുവർ റഹ്മാനു ആമന്നാ ബിഹി വഅലൈഹി തവക്കൽനാ ഫസതഅലമൂന മൻ ഹുവ ഫീ ളലാലിൻ മുബീൻ. അഭയം ചോദിക്കാൻ പറ്റുന്ന, രക്ഷ ചോദിക്കാൻ പറ്റുന്ന നിർഭയത്വം ആരിൽ നിന്ന് ലഭിക്കും എന്ന ആശയമാണ് ഈ ആയത്തിലുള്ളത്. മറുപടി പറയാനാണ് അള്ളാഹ് പറയുന്നത്, ഖുൽ ഹുവർ റഹ്മാനു ആമന്നാ, ഞങ്ങൾ ആ റഹ്മാനായ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. അലൈഹി തവക്കൽനാ, ആ അള്ളാഹുവിലാണ് ഞങ്ങൾ തവക്കലാക്കിയിട്ടുള്ളത്. റഹ്മാനിലാണ്, പേടിക്കാനില്ല. റഹ്മാനായ അള്ളാഹുവിലാണ് തവക്കുൽ. മറ്റൊരു സൃഷ്ടിയെ തവക്കുലാക്കിയിട്ട് കാര്യമില്ല. ഈ പദങ്ങളെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത്, റുബൂബിയത്ത് അള്ളാഹുവിന് മാത്രം അതിൽ പങ്കു ചേർക്കപ്പെടാൻ പാടില്ല. ഉലൂഹിയത്ത് അതിലും പങ്കു ചേർക്കപ്പെടാൻ പാടില്ല. റബ്ബ് അള്ളാഹ് മാത്രം, ഇലാഹ് അള്ളാഹ് മാത്രം. അതിനോടെല്ലാം ചേർത്തുകൊണ്ടാണ് അർ റഹ്മാൻ എന്ന പദവും അർ റഹീം എന്ന പദവും വന്നിട്ടുള്ളത്. ഇനി 114 തവണ അർ റഹീം വന്നു. അതിലേറ്റവും കൂടുതൽ തവണ എങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക? നിങ്ങൾക്ക് ഓതുമ്പോൾ അറിയാല. 114 തവണ റഹീം എന്ന പദം വന്നിട്ടുണ്ടെങ്കിൽ ഖുർആനിൽ ഏറ്റവും കൂടുതൽ അർ റഹീം എന്ന് വന്നത് ഗഫൂർ റഹീം, പൊറുത്തു തരുന്നവൻ, പാപം പൊറുത്തു തരുന്നവനാണവൻ, അവൻ റഹീമുമാണ്. അത് മുഅ്മിനീങ്ങൾക്ക് മാത്രമുള്ളതാണ്. പരലോകത്താണ് നമ്മൾ മഗ്ഫിറത്ത് പ്രതീക്ഷിക്കുന്നത്. റബ്ബിൻ്റെ മഗ്ഫിറത്ത് പ്രതീക്ഷിക്കുന്നത് പരലോകത്താണ്. അതുകൊണ്ട് അത് മുഅ്മിനീങ്ങളല്ലാത്ത ഒരാൾക്കും ഉള്ളതല്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക് മാത്രമായിട്ടാണത്. പിന്നെ കാണാം അള്ളാഹിനെ സംബന്ധിച്ച് തവ്വാബുർ റഹീം. ആ തവ്വാബിനോട് ചേർന്ന് റഹീം എന്ന് വന്നത് ഖുർആനിൽ കാണാം. പശ്ചാത്താപത്തെ നിങ്ങൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങൂ, ആ റബ്ബ് നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കും. തവ്വാബുർ റഹീമാണ്, അവൻ കരുണാവാരിധിയാണ്, ആഴമാണ്, കാരുണ്യത്തിൻ്റെ ആഴമാണ് അർ റഹീം. അർ റഹ്മാൻ എന്നത് കാരുണ്യത്തിൻ്റെ പരപ്പാണെങ്കിൽ, അർ റഹ്മാൻ എന്നത് കാരുണ്യത്തിൻ്റെ പരപ്പാണെങ്കിൽ, അർ റഹീം എന്നത് ആ കാരുണ്യത്തിൻ്റെ ആഴം സൂചിപ്പിക്കുന്നു. നമ്മൾ എത്ര കാലമായി ഫാത്തിഹ ഓതാൻ തുടങ്ങി? ആലോചിച്ചു നോക്കുന്ന മനപ്പാടുകളുണ്ട്. നമ്മളിങ്ങനെ പറഞ്ഞു പോവുക. പ്രിയപ്പെട്ടവരെ, അർ റഹ്മാൻ റഹീം എന്നൊരു ദാസൻ പറയുമ്പോൾ റബ്ബിന്റെ കാരുണ്യത്തിന്റെ കുളിര് അവൻ അനുഭവപ്പെടണം. നട്ടുവെയിലിൽ നിന്നോ മരത്തിന്റെ തണലിലേക്ക് വന്നവൻ, ആ തണൽ ലഭിക്കുന്ന ഒരു ഫീലിംഗ് അർ റഹ്മാൻ റഹീം എന്ന് പറയുമ്പോ ആ കുളിര് നമുക്ക് അനുഭവപ്പെടണം, ആ തണല് നമുക്ക് അനുഭവപ്പെടണം. അറിഞ്ഞു പറയണം, ഹൃദയവുമായി ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കണം അത് പറയേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ കാരുണ്യം അവൻ 100 ഭാഗമാക്കി. 100 ഭാഗം. അതിൽ നിന്ന് ഒരു ഭാഗം മാത്രമാണ് ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടിട്ടുള്ളത്. വളരെ ശ്രദ്ധിക്കാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഈ അർ റഹ്മാൻ റഹീം പഠിക്കുമ്പോൾ അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം നമ്മൾ. എന്താണ്? അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ അള്ളാഹ് 100 ഭാഗമാക്കി, ഒരു ഭാഗം മാത്രം ഭൂമിയിലേക്ക് ഇറക്കി. എല്ലാ സൃഷ്ടികൾക്കുമായി വാഹിച്ചു. മനുഷ്യർക്ക് മാത്രമല്ല, എല്ലാ സൃഷ്ടികൾക്കുമായി 100-1 ഭാഗിച്ചു. നേരത്തെ സൂചിപ്പിച്ച പോലെ തള്ളപ്പശു പൈക്കിടാവിനോട് കാണിക്കുന്ന സ്നേഹം, ദയ റബ്ബ് നൽകിയ കാരുണ്യമാണ്. പറവകൾ, കോഴി പരുന്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ശബ്ദമുണ്ടാക്കി അതിൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിനിടയിലേക്ക് ഒതുക്കി വെക്കുന്നത് റബ്ബ് നൽകിയ കാരുണ്യമാണ്. ആക്രമിക്കുന്ന ക്രൂരന്മാരായ വന്യമൃഗങ്ങൾ അതിൻ്റെ കുഞ്ഞുങ്ങളെയും സ്നേഹത്തോടെ പോറ്റി വളർത്തുന്നുണ്ട്. അത് റബ്ബ് നൽകിയ കാരുണ്യമാണ്.
ഇതെല്ലാം ചേർന്ന് ഒന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, 99 കാത്തു വെച്ചിരിക്കുന്നു മുഅ്മിനീങ്ങൾക്ക് മാത്രമായി പരലോകത്ത്. വേണ്ടേ? നമുക്കത് വേണ്ട സഹോദരങ്ങളെ, അത് വേണ്ടേ? ഒന്ന് എല്ലാവർക്കും അത് വായിച്ചു പോയില്ലേ? അതിൽ മുശ്രിക്കുണ്ട്, കാഫറുണ്ട്, യൂതനുണ്ട്, എല്ലാവരും ഉണ്ട്, മുനാഫിക്കുണ്ട്, നിരീശ്വരവാദിയുണ്ട്. മുഅ്മിനീങ്ങൾക്ക് മാത്രം 99 പരലോകത്തേക്ക് വേണ്ടി കാത്തിവെച്ചിരിക്കുന്നു. അത് നഷ്ടപ്പെടുത്തുന്നവൻ നിർഭാഗ്യവാനാണ്. റബ്ബ് നമുക്ക് ആ റബ്ബിൻ്റെ പരിപൂർണമായ കാരുണ്യം പരലോകത്ത് ലഭിക്കുന്നവരിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. اللهم صل على محمد وعلى آل محمد. أيها الناس أوصيكم بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. റബ്ബ് നാം ഏവരെയും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മറന്നുപോകാതിരിക്കാൻ ഇടയിൽ ഒരു കാര്യം പറയുന്നു. ദുൽഹജ്ജ് മാസം അടുത്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് ചെറിയ പെരുന്നാളിന് ഫിത്ർ സക്കാത്തുള്ള പോലെ മുഅ്മിനീങ്ങൾക്കുള്ള ചിഹ്നമായി അല്ലാഹു ഉളുഹിയ്യത്ത് നിശ്ചയിച്ചിരിക്കുന്നു. നമ്മൾ തന്നെ ചെയ്യണം, നമ്മൾ നടപ്പാക്കേണ്ടതാണ്. അതുകൊണ്ട് ഉളുഹിയ്യത്തിൽ ഷെയർ ചേരാൻ ആഗ്രഹിക്കുന്നവർ വൈകാതെ പള്ളി ഭാരവാഹികളെ വിവരമറിയിക്കണം. ഒരു ഷെയറിന് 10,000 രൂപയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഓരോ കൊല്ലം ഇങ്ങനെ ആളുകൾക്ക് വില കൂടുകയാണ്. അപ്പോൾ വൈകി വാങ്ങിയാൽ വീണ്ടും പ്രയാസങ്ങളാവും. അതുകൊണ്ട് ഇത് പള്ളിയുടെ ഉയർത്തല്ല, പള്ളിക്ക് ഉയർത്തില്ല, ഓരോ വ്യക്തിക്കും ചോദിച്ചു വരണ്ട. നമ്മൾ അങ്ങടിയെന്ന് പറയണം, അങ്ങടിയെന്ന് കൊടുക്കണം. നിങ്ങൾ ചേരുണ്ടോ എന്നൊക്കെ ചോദിച്ച് എൻ്റെ സ്വന്തം കാര്യമല്ലേ, ഞാനല്ല ഇത് മുൻകൈ എടുക്കട്ടെ. പള്ളിയുടെ വകയായിട്ട് ഉളുഹിയ്യത്തില്ല, കമ്മിറ്റിയുടെ വകയായിട്ട് ഉളുഹിയ്യത്തില്ല. ഓരോ വ്യക്തികൾ അത് ഒന്നിച്ചു ചേർന്ന് സൗകര്യത്തിന് വേണ്ടി ഒന്നിച്ചു ചേർന്ന് നടത്തുന്നു. സ്വന്തം, എൻ്റെ സ്വന്തം ആവശ്യമാണ് എന്ന് നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ മനസ്സിലാക്കുക. നാളെ ശനിയാഴ്ച വൈകിട്ട് ചെറുപ്പക്കാരാണോ എല്ലാവർക്കും പങ്കെടുക്കുക. ISM മണ്ഡലം കമ്മിറ്റി കുരിക്കുടി സലഫി മദ്രസയിൽ മഗ്‌രിബിന് ശേഷം ഒരു വിജ്ഞാന സദസ്സ്, വളരെ പ്രധാനപ്പെട്ട വിഷയം, ഈമാനും ഇസ്തിഖാമത്തും. സാധ്യമാവുന്ന കുട്ടികൾക്കൊക്കെ വെക്കേഷനിലെ പങ്കെടുക്കുക. പ്രസൽസ്വലായിരിക്കുന്ന ക്ലാസ് ഏപ്രിൽ 26 മുതൽ 30 വരെ ഹൈസ്കൂൾ, +2, ഡിഗ്രിക്ക് പഠിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും 6 ദിവസം നീണ്ടിരിക്കുന്ന ഒരു വെക്കേഷൻ ക്ലാസ് ഉസ്താനിൽ MSM സംഘടിപ്പിക്കുന്നു. നമ്മുടെ മക്കൾക്ക് ദീനിനെക്കുറിച്ചുള്ള ഒരു ബോധം, ദീനിനിഷ്ഠ വരുത്തുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. അത് നമ്മുടെ ആവശ്യമായി മനസ്സിലാക്കി ഉപയോഗപ്പെടുത്തുക. പ്രിയ സഹോദരങ്ങളെ, അർ-റഹ്മാൻ എന്ന പദത്തിൽ ആ നാമം നമ്മളെല്ലാവരും അംഗീകരിച്ചു. അതാണ് നമ്മൾ പ്രഖ്യാപിച്ചത്. ആമന്ന ഖുൽ ഹുവർ റഹ്മാൻ ആമന്ന ബി വഅലൈഹി തവക്കൽന നമ്മ റബ്ബി തവക്കല. എന്നാൽ മക്കയിലെ മുശ്രിക്കുകൾ, മക്കയിലെ കാഫിറുകൾ അള്ളാഹു അർ-റഹ്മാനാണ് എന്ന് അംഗീകരിച്ചിരുന്നില്ല. അള്ളാഹു തന്നെ പറയാണത്. നോക്കൂ നിങ്ങൾ, സൂറത്ത് റഅദിൽ കദാലിക അർസൽനാക ഫീ ഉമ്മത്തിൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹാ വമൻ, പ്രവാചകരെ താങ്കളെ ഒരു സമൂഹത്തിലേക്കായി നാം റസൂലായി നിയോഗിച്ചിരിക്കുന്നു. താങ്കൾക്ക് മുമ്പും അനേകം സമൂഹങ്ങളിലേക്ക് ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്.
ലിതത്ലൂ അലൈഹിമുല്ലദീ ഔഹൈനാ ഇലൈക, താങ്കൾക്ക് അല്ലാഹു വഹിയായി നൽകിയ ഖുർആൻ അവർക്ക് ഓതി കേൾപ്പിക്കാൻ വേണ്ടിയാണ് താങ്കളെ നിയോഗിച്ചത്. വഹും യക്ഫുറൂന ബിർറഹ്മാൻ, ആ മക്കയിലെ കാഫിറുകൾ റഹ്മാനായ അള്ളാഹുവിനെ നിരാകരിക്കുന്നു. അള്ളാഹു വിശ്വാസമുണ്ട്, റഹ്മാനായ അള്ളാഹ് പറഞ്ഞാണ്, നമ്മുടെ വാദല്ലത്. ഖുൽ ഹുവ റബ്ബീ ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഇലൈഹി മതാബ്. പറയൂ നബിയേ, അതെൻ്റെ റബ്ബാണ് അർ റഹ്മാൻ എന്നത്, അവനല്ലാതെ ഇലാഹുമില്ല, അവനിലാണ് ഞാൻ ഭരമേൽപ്പിച്ചിട്ടുള്ളത്, ഞാൻ ഖേദിച്ചു മടങ്ങുന്നതും അള്ളാഹുവിലേക്ക് തന്നെയാണ്. എന്തായിരിക്കും കാരണം? അള്ളാഹു വിശ്വാസമുണ്ട്, മഴ പെയ്യിക്കുന്ന അള്ളാഹു ആണെന്ന് വിശ്വസിക്കുന്നുണ്ട്, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അള്ളാഹു ആണെന്ന് മക്കയിലെ മുശ്രിക്കുകൾ കാഫിറുകൾ അംഗീകരിക്കുന്നുണ്ട്, ഖുർആൻ പറയുന്നുണ്ട്. പക്ഷേ ഇത് അംഗീകരിച്ചില്ല. എന്തായിരിക്കും കാരണം പ്രിയപ്പെട്ടവരെ? ഒരായത്ത് കൂടി ശ്രദ്ധിക്കും. ഫുർഖാനിൽ പറയുന്നുണ്ട്, വഇദാ ഖീല ലഹും ഉസ്ജുദൂ ലിർറഹ്മാൻ ഖാലൂ വറഹ്മാൻ അനസ്ജുദു ലിമാ തഅമുറുനാ വസാദഹും നുഫൂറാ. സൂറത്ത് ഫുർഖാനിലെ 60-ാമത്തെ വചനം. അതിനു മുമ്പ് കേട്ടത് സൂറത്ത് റാഇദിലെ 30-ാമത്തെ ആയത്ത്. പ്രിയപ്പെട്ടവരെ, ആ മക്കയിലെ കാഫിറുകളോട് പരമകാരുണ്യകനായ റബ്ബിന് നിങ്ങൾ സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഖാലൂ വമർ റഹ്മാൻ, അവർ ചോദിക്കുന്നത് അതാരാ? ഞങ്ങൾക്കറിയില്ല അങ്ങനൊരാളെ. മക്കയിലെ കാഫിറുകൾ പറയാം, ഇത് റഹ്മാനിനെ എനിക്കറിയില്ല. അള്ളാഹിനെ അറിയില്ല എന്നല്ലട്ടോ അവർ പറഞ്ഞത്, റഹ്മാനെ അറിയില്ല. നീ പറഞ്ഞവർക്കൊക്കെ സുജൂദ് ചെയ്യാൻ പോവുകയാണോ എന്നാണ് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. ഇത് ഖുർആൻ പറഞ്ഞ, ഖുർആനിൽ മക്കക്കാര് റഹ്മാൻ എന്നതിനെ നിരാകരിക്കുന്നു എന്ന് പറയുന്ന 2 ആയത്താണ് നിങ്ങൾ കേട്ടത്. ഇത് പ്രവൃത്തിയിൽ തന്നെ അവർ കാണിച്ചു. പല ഘട്ടത്തിലും നിങ്ങൾ കേട്ടൊരു സംഭവം ഉണ്ടല്ലോ, ഹുദൈബിയ സന്ധി. ആ ചരിത്രം ഇപ്പം പറയാൻ സമയമില്ല, നമുക്ക് റഹ്മാനെ പറ്റിയാണ് പറയേണ്ടത്. നമുക്കറിയാം, പല സന്ദർഭത്തിൽ ഈ മിമ്പറിൽ നിന്ന് ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അത് നീണ്ട ചരിത്രമാണ്. ഉംറക്ക് പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും 1400 സഹാബത്തിനെയും മക്കയിലെ മുശ്രിക്കുകൾ തടഞ്ഞു. ഉംറയെ അനുവദിക്കുന്നില്ല. പ്രശ്നങ്ങളായി, തർക്കങ്ങളായി. അവസാനം യുദ്ധം ചെയ്യേണ്ടി വരുമെന്ന് സഹാബത്തിന് ബോധ്യം വരുന്ന ഘട്ടത്തിൽ അത് മനസ്സിലാക്കിയ മക്കയിലെ മുശ്രിക്കുകൾ സന്ധിക്ക്, ചർച്ചയ്ക്ക് തയ്യാറായി. ചുരുക്കി പറഞ്ഞാണ് ചർച്ച. അവസാനം വന്നത്, ആദ്യം വന്നവരൊക്കെ പരുക്കന്മാരാ, ഒന്നും എത്തിയില്ല. അവസാനം സുഹൈൽ ഇബ്നു അംറിനെ മക്കക്കാരയച്ചു. സഹാബത്തിൻ്റെ ഒപ്പം ഇരിക്കുന്ന റസൂലുള്ളാഹി, ഹുദൈബിയയിലാണ് അവരുള്ളത്, ഒരു മരത്തിൻ്റെ ചോട്ടിലാണ് അവരുള്ളത്. സുഹൈൽ വരുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സുഹൈലാണല്ലോ വരുന്നത്, കാര്യത്തിൽ എളുപ്പമായിരിക്കും. എളുപ്പം എന്നുള്ള അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം. വരുന്നത് സുഹൈലാണ്, സുഹൈൽ ഇബ്നു അംറാണ്. ചർച്ചയ്ക്ക് ഇത്തിരി കട്ടി കുറയും, കാഠിന്യം കുറയും. ചർച്ച ചെയ്തപ്പോൾ അവർ പറയണൊക്കെ സമ്മതിക്കണം, റസൂലുള്ളാഹി ഒക്കെ സമ്മതിക്കണം. സഹാബത്തിന് തീരെ ഉൾക്കൊള്ളാൻ പ്രയാസം. വഹി കിട്ടുന്ന റസൂലുള്ളാഹി ഇത് റബ്ബിൻ്റെ താല്പര്യമാണെന്ന് മനസ്സിലാക്കി എല്ലാ കരാറിനും വഴങ്ങിക്കൊടുക്കുകയാണ്. ഇക്കൊല്ലം ഉംറ ചെയ്യാൻ പറ്റൂല, മടങ്ങിപ്പോകണം, അടുത്ത കൊല്ലം വരാം, 3 ദിവസമായി മക്കയിൽ പാർക്കാൻ പാടുള്ളൂ. മക്കയിൽ ഒരാൾ മുസ്ലിമായി ഇനി മദീനത്തിൽ വന്ന അയാളെ മടക്കി അയക്കണം. മദീനത്തു നിന്ന് ഒരു മുസ്ലിം കാഫിറായിട്ട് ഇങ്ങോട്ട് വന്നാൽ അയാളെ മടക്കി അയക്കൂല. 10 കൊല്ലം തമ്മിൽ യുദ്ധമില്ല, യുദ്ധം ചെയ്യുന്നവരെ സഹായിക്കുന്നില്ല. റസൂൽ സമ്മതിച്ചു. ഉമർ ഖത്താബൊക്കെ ആളുമ്മ പിടിക്കണ്ടായി, ഇതൊക്കെ പറയുമ്പോൾ. അതല്ല നമ്മുടെ വിഷയപ്പം. റസൂല് അടങ്ങാൻ പറഞ്ഞു. ഉമറേ അടങ്ങ്, ഞാൻ അള്ളാൻ്റെ റസൂലാണ്, അടങ്ങ്. അലി റളിയല്ലാഹുവിനോട് പറഞ്ഞ് കരാർ എഴുതാൻ പറഞ്ഞു കൊടുക്കുന്നത് റസൂലുള്ളാഹി.
എഴുതാലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു കരാറ്, ഒരു കത്തൊക്കെ എഴുതുമ്പോൾ തുടങ്ങുക അങ്ങനല്ലേ? ഉടനെ സുഹൈൽ ഏറ്റവും മര്യാദക്കാരനാണ് അവരിൽപ്പെട്ട. അത് പറ്റൂല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റഹ്മാനെ അങ്ങ് അംഗീകരിക്കില്ലല്ലോ. ഇപ്പോൾ അള്ളാഹ് പറഞ്ഞ അതേ കാര്യം നടപ്പിലാവാണ്. ബിസ്മിക അല്ലാഹുമാന്ന് എഴുതിക്കുന്നു. നോക്കിയേ, അള്ളാഹുടെ പേരിൽ തന്നെ എഴുതിക്കൊള്ളാൻ പറഞ്ഞത്. റഹ്മാൻ പറ്റൂല, റഹ്മാൻ പറ്റൂല. റസൂൽ പറഞ്ഞു അരി വെട്ടിട്ട് അയാൾ പറഞ്ഞ പോലെ വിസ്മിക്കുക. ഈ കരാർ ഇവിടെ നടപ്പാക്കണം, അതാ പ്രശ്നം. യുദ്ധം നാശല്ലേ, യുദ്ധം നാശമല്ലേ ഇന്നും എന്നും. ഭയങ്കര അത് തകർക്കും, ഇത് തകർക്കും എന്നൊക്കെ കേൾക്കൂലേ? എല്ലാവർക്കും നാശമെത്തുള്ളൂ യുദ്ധം. ആ യുദ്ധം ഒഴിവാക്കാണ് റസൂലുള്ളാഹ്. 10 കൊല്ലത്തെ സമാധാന കാലത്ത് ദീനീ ദഅവത്ത് ശക്തമായി നടന്നു. സഹാബത്തിന് പിന്നീട് അതിൻ്റെ ഹിക്മത്ത് മനസ്സിലായി. വെട്ടിക്കോ മീൻ മുഹമ്മദിൻ റസൂലില്ലാ എഴുതാൻ പറഞ്ഞു. സുഹൈൽ വയ്ക്കൂല, നീ റസൂല, അത് ഞങ്ങൾ അമ്മയിച്ചിട്ടില്ല. അതമ്മയിച്ചാൽ പിന്നെ യുദ്ധം ഉണ്ടാ, തർക്കം ഉണ്ടാ, സന്ധി ഉണ്ടാ, കരാറ. അത് പറ്റൂല. മീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ എന്ന് എഴുതിക്കോ. അബ്ദുള്ളയുടെ മോനും മുഹമ്മദായിട്ട്, അബ്ദുള്ളയുടെ മോൻ മുഹമ്മദായിട്ടുള്ള ഒരു കരാർ. വെട്ടാൻ പറഞ്ഞു റസൂൽ. വെട്ടാൻ പറഞ്ഞേ. ഇന്നത്തെ നമ്മുടെ വികാര ജീവികൾക്കൊന്നും ഇത് ഉൾക്കൊള്ളാൻ പറ്റൂല. വരാനിരിക്കുന്ന നന്മയെ സംബന്ധിച്ചാണ്. അല്പം താന്നു കൊടുത്താലും ഭാവിയിൽ ഇസ്ലാം ദീനിന്, ഈ സമുദായത്തിന് ഗുണപരമാണെങ്കിൽ ആളുകൾ നമ്മളെ പരിഹസിച്ചാലും, നട്ടലില്ലാത്തവരെന്ന് പരിഹസിച്ചാലും ദീനിന്റെ വിജയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. എന്താ അവര് സമ്മതിക്കാന്? അല്ലാഹു അർ റഹ്മാനാണെന്ന് അംഗീകരിച്ച ഒരാൾക്കും ശിർക്ക് ചെയ്യാൻ കഴിയില്ല. അതാണ് പ്രശ്നം. ലാത്തയോട് പ്രാർത്ഥിക്കാൻ കഴിയില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമോട് പിന്നെ സഹായതേട്ടം നടത്താൻ പറ്റൂല മക്കൾക്കാർക്ക്. ഇസ്മായിൽ നബിയോട് സഹായതേട്ടം, ഉസ്സയോട്, മനാത്തയോട് പറ്റൂല. അർ റഹ്മാൻ ഉണ്ടെങ്കിൽ അത് മതിയല്ലോ, വേറെ ആൾ വേണ്ടി വരില്ലല്ലോ. അതുകൊണ്ടാണ് അവരത് അംഗീകരിക്കാതിരുന്നത്. നമ്മൾ അല്ലാഹു അർ റഹ്മാനാണ്, അർ റഹീമാണ്. ദുനിയാവിലെ റബ്ബിന്റെ കാരുണ്യം നാം കൊതിക്കുന്നു, പരലോകത്ത് റബ്ബിന്റെ കാരുണ്യം കൊതിക്കുന്നു. ഒരു യുദ്ധം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തുമായി മടങ്ങുക. രാത്രിയായപ്പോൾ ഒരു വിശ്രമത്തിന് പറ്റുന്ന മരങ്ങൾ, വെള്ളമൊക്കെ കിട്ടാവുന്ന ഒരു സ്ഥലം കണ്ടപ്പോൾ അവിടെ ഇന്ന് രാത്രി വിശ്രമിക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി. ആ കൂട്ടത്തിൽ തടവിലാക്കപ്പെട്ട അനേകം പേരുമുണ്ട്. വിശ്വാസികളുടെ തടവുള്ളികളായി പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളുമുണ്ട്. അവരൊരു ഭാഗത്ത് നിർത്തി. സഹാബത്ത് പുറത്തു നിന്നു. ആ സമയത്ത് ഒരു സ്ത്രീ, തടവുള്ളികളിൽപ്പെട്ട ഒരു സ്ത്രീ നെഞ്ചത്തടിച്ച് കരഞ്ഞോടുന്നു. റസൂലുള്ളാഹി കണ്ടു, സഹാബത്ത് കണ്ടു. തടവുള്ളിയിൽപ്പെട്ട പെണ്ണ. എന്താണ് അത് അന്വേഷിച്ചു. കുട്ടിയെ, ഈ ബഹളത്തിൽ അതിൻ്റെ കുട്ടിയെ കാണാനില്ല. ആ കുട്ടി അടക്കണം തടവുകാർക്കപ്പെട്ടത്. ആ കുട്ടിയെ കാണാനില്ല. ആ കുട്ടിയെ നഷ്ടപ്പെട്ട ഉമ്മ സങ്കടം സഹിക്കാനാവാതെ നെഞ്ചത്തടിച്ച് കരഞ്ഞ് കുട്ടിയെ തേടി നടക്കാൻ. അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് റളിയല്ലാഹു അൻഹു കാണുന്നുണ്ട്. അവരുടെ ഇടയില, ഇവിടെ അല്ല, തടവുള്ളിയുടെ ഇടയിലാണ് ഇപ്പം അത് ഉണ്ടായത്. കുറച്ച് കഴിഞ്ഞപ്പോണ്ട് ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയ ആ ഉമ്മ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് കണ്ണീരൊഴുക്കി അതിനെ ഉമ്മ വെച്ച്. ഉമ്മാണ് സന്തോഷം. തടവുള്ളിയാണ്. ഇതും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് കണ്ടു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിങ്ങൾ ആ ഉമ്മാനെ കണ്ടോ? കണ്ടു റസൂലെ.
കുട്ടിയെ നഷ്ടപ്പെട്ടപ്പോൾ ഉമ്മ കാണിച്ച വപ്രാളം കണ്ടു. തിരിച്ചു കിട്ടിയപ്പോൾ ഉമ്മയുടെ സന്തോഷം കണ്ടോ? ആ ഉമ്മ ആ കുട്ടിയെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയം വേറെ പഠിപ്പിക്കുന്നത്. ആ ഉമ്മാക്ക് ആ കുട്ടിയെ ഒരു തീക്കുണ്ടാരുണ്ടാക്കി അതിന് വലിച്ചെറിയാൻ പറ്റും എന്ന് കരുതുന്നുണ്ടോ? ഇല്ല റസൂലേ, ഒരിക്കലും ആ ഉമ്മാക്ക് പറ്റൂല. കാരണം ആ കുട്ടി നഷ്ടപ്പെട്ട ഉമ്മ കാണിച്ച വെപ്രാളം തിരിച്ചു കിട്ടിയ ഉമ്മാക്കുണ്ടായിരുന്നു. എങ്കിൽ നിങ്ങളുടെ സത്താവായ റബ്ബിനോട് നിങ്ങളോടുള്ള കാരുണ്യം അതിനേക്കാൾ എത്രയോ വലുതാണ്. ആലോചിച്ചു നോക്ക് സഹോദരങ്ങളെ, ആ ഉമ്മാക്ക് അതിന്റെ കുഞ്ഞിനോടുള്ള കാരുണ്യത്തിന്റെ എത്ര ഇരട്ടി കാരുണ്യമാണ് റബ്ബുൽ ആലമീനായ തമ്പുരാൻ, അർ-റഹ്മാനായ തമ്പുരാൻ, അർ-റഹീമായ തമ്പുരാൻ നിങ്ങളോടുള്ളത്. അടുക്കാം നമുക്ക് ആ റബ്ബിലേക്ക് അടുക്കാം നമുക്ക്. ഇത് അർ-റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ചേർക്കണം. അള്ളാഹു നമ്മളെ വാരി പിടിച്ചതായിട്ട് തോന്നണം. റബ്ബിന്റെ കാരുണ്യത്തിലേക്ക് നമ്മളെ വലിച്ചെടുപ്പിച്ചതായി നമുക്ക് അനുഭവപ്പെടണം. റബ്ബ് അനുഗ്രഹിക്കട്ടെ. അവൻ തൃപ്തിപ്പെടുന്ന, അവൻ സ്വീകരിക്കുന്ന വിധം നമസ്കരിക്കാൻ, ഖുർആൻ പാരായണം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, ഫാത്തിഹ മുഴുവനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇത് തന്നെ ചുരുക്കിയാണ് പറഞ്ഞത്, തീരൂല. അതുകൊണ്ട് ഒരു ജുമയും മിസ് ചെയ്യാതെ ആ ഫാത്തിഹ മുഴുവൻ നിങ്ങൾ കേൾക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമുക്ക് പറ്റിയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منا والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا رب.